എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബേബി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര നാളും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാതെ ഇങ്ങനെ നീക്കിക്കൊണ്ട് പോയിരുന്നത്. കാരണം എനിക്ക് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈമിംഗ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ ടെൻഷൻ എനിക്ക് ജോലി കൊണ്ടുപോകണം, ഫാമിലീൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകണം, അതിൻ്റെ ഒപ്പം എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട്. കാരണം എനിക്ക് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ എക്സാംസും കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ ഡൗട്ട്. ഹായ്, എൻ്റെ പേര് ഷീതൽ. ഞാൻ ക്ലിക്ക് സ്കോളറിലെ ബാച്ച് 1 സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇ-കോമേഴ്സ് ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. 5 ഇയേഴ്സായിട്ട് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ദുബായിൽ തന്നെ. ഞാൻ ഈ ഫീൽഡിൽ കയറിയ ടൈം മുതൽ എപ്പോഴും വിചാരിക്കുന്നുണ്ട്, ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം, കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ളത്. കാരണം ഞാൻ ഇ-കോമേഴ്സിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഷുവറായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരുപാട് സ്കൂൾസിൽ ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇവിടെ ദുബായിലും നാട്ടിലും ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലിയാണ് ഞാൻ ക്ലിക്ക് സ്കോളറിൽ എത്തിയത്. അങ്ങനെ വരുൺ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നി, ഓക്കെ, ഇവർക്ക് എന്നെ കറക്റ്റായിട്ട് പഠിപ്പിച്ച് തരാനായിട്ട് പറ്റും, എൻ്റെ ടൈം വേസ്റ്റ് ആവില്ല. ബിക്കോസ് ഞാൻ ഭയങ്കര ഷുവറായിരുന്നു എനിക്ക് ഇനി ഒരു 3 or 4 months ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാവത്തില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ പഠിക്കാൻ പോകുന്നത് അവരെ കറക്റ്റായിട്ട് പഠിപ്പിക്കണം എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ക്ലിക്ക് സ്കോളറിൽ എത്തിയത്. ഇപ്പോൾ എനിക്കിതിനെക്കുറിച്ച് നോളേജ് ഉണ്ട്. കുറച്ച് ആൾക്കാർക്ക് അത് നോളേജ് ഇല്ലാത്തൊരു കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പക്ഷേ എല്ലാ കുട്ടികളെയും ഒരുമിച്ചാണ് പഠിപ്പിക്കുന്നത്. അവരെല്ലാവർക്കും അറ്റ് എൻഡ് ഓഫ് ദി ഡേ ലൈക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അത് ഒരു ടീച്ചിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റാണ്. ലൈക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് നമുക്ക് അത്ര നന്നായിട്ട് മനസ്സിലായത്. അതുമാത്രമല്ല, ലൈക്ക് എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അസൈൻമെൻറ്റ് തരും. അത് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ടൈം ലൈനിൽ തന്നെ സെൻഡ് ചെയ്യും വേണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് റിവേർട്ട് ചെയ്യും. ലൈക്ക് അതിൻ്റെ കമൻറ്റ്സ് എന്താണ്, ലൈക്ക് നമുക്കത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തെറ്റ് പറ്റിയത്, അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് നമ്മൾ ഇവിടുത്തെ ഇ-കോമേഴ്സ് കമ്പനീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, സ്റ്റാർട്ടപ്സ് ഒക്കെ ആണെങ്കിൽ കുറേ കമ്പനീസിന് ചിലപ്പോൾ ഇൻ ഹൗസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഉണ്ടായിരിക്കാം. പല ആൾക്കാരും ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ദുബായിൽ നിന്നൊക്കെ അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ് ടീംസിനെ. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് ബ്ലൈൻഡ്ലി നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടി വരും, നമുക്കിതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഗൂഗിൾ ആഡ്സ് ആണെങ്കിലും മെറ്റ ആഡ്സ്, ഇമെയിൽ മാർക്കറ്റിംഗ്, SEO, അപ്പോൾ അവർ തരുന്ന ഒരു റിപ്പോർട്ട് അനലൈസ് ചെയ്യാനായിട്ടാണെങ്കിലൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതുണ്ട്. അപ്പോൾ അതെൻ്റെ ബിസിനസ്സിനെയും ലൈക്ക് ഞങ്ങളുടെ കമ്പനീനെയും ആക്ച്വലി അത് നന്നായിട്ട് ഗ്രോത്ത് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബേബി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര നാളും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാതെ ഇങ്ങനെ നീക്കിക്കൊണ്ട് പോയിരുന്നത്. കാരണം എനിക്ക് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടൈമിംഗ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ക്ലിക്ക് സ്കോളറിൽ വളരെ ഫ്ലെക്സിബിളാണ് ടൈമിങ്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ കറക്റ്റ് ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾക്കത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും അന്നത്തെ റെക്കോർഡഡ് സെഷൻ. അപ്പോൾ നമുക്ക് അതിൽ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോൾ വിളിച്ചാലും അവർ റെഡിയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ലൈക്ക് ഇവിടുത്തെ സാറിനും മാഡത്തിനാണെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്ക് മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ നോളജും കൊടുക്കണം. അവർക്ക് അറിയണ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ലൈക്ക് അവർ ഒരുപാട് എഫേർട്ട് ഇട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞു ഓൾറെഡി. എന്നാൽ പോലും ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അപ്പോൾ വരുൺ സാറിനെ ആയിരിക്കും വിളിക്കുന്നത്. സാർ, ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഇങ്ങനെ പറഞ്ഞു, അത് കറക്റ്റ് ആണോ എന്നുള്ള എപ്പോഴും എനിക്കൊരു ഒപ്പീനിയൻ എടുക്കാനായിട്ട് ഒരു ആളെ കൂടി എനിക്ക് കിട്ടി. അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ടെൻഷൻ എനിക്ക് ജോലി കൊണ്ടുപോകണം, പിന്നെ ലൈക്ക് ഫാമിലീൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകണം, അതിൻ്റെ ഒപ്പം എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട്. കാരണം എനിക്ക് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ എക്സാംസും കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ ഡൗട്ട്. പക്ഷേ ഈ സാറ്റർഡേ സൺഡേസിലുള്ള ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടാണ് ഇവർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കും ലൈക്ക് എല്ലാവരും അവൈലബിൾ ആണോ ഈ ഒരു ടൈമിൽ. സോ ദാറ്റ് ലൈക്ക് എല്ലാവർക്കും ആ ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള ഇതിലാണ്. അല്ലാതെ ലൈക്ക് ഓക്കെ 5 പേര് വന്നു, 5 പേർക്ക് മാത്രം ക്ലാസ് എടുക്കാം, അങ്ങനത്തെ ഒരു ഇതായിരുന്നില്ല. ലൈക്ക് നമ്മൾക്ക് ആ ബാച്ചിലുള്ള എല്ലാ കുട്ടികളും ഈക്വലി ബെനിഫിറ്റഡ് ആവണം എന്ന് ഇവർ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യും ക്ലിക്ക് സ്കോളർ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ പോകുമ്പോൾ ലൈക്ക് നിങ്ങൾ ഹാപ്പി ആയിട്ടായിരിക്കും ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ലീവ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ. താങ്ക് യു.